അങ്ങനെ നാട്ടിൽ നിന്ന് വന്ന മറ്റേ പെണ്ണുങ്ങൾ അവർ ഒന്നിച്ചാണല്ലോ നിൽക്കുന്നത്. അന്നേരം സെൽവി ഇങ്ങനെ നോക്കി. അന്നേരം അച്ഛൻ അവിടെ ഉണ്ടല്ലോ, അവരെ കൂടെ നല്ലോണം വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അന്നേരം സെൽവി അങ്ങോട്ട് ചോദിച്ചതാണ്, എങ്ങനെ അച്ഛ ഇവരാരാണ് എന്ന്. അന്നേരം അച്ഛൻ ഇങ്ങോട്ട് മറുപടി പറഞ്ഞത്, അത് നിനക്ക് ഇളയമ്മയായി വരും എന്ന് പറഞ്ഞാൽ എന്താ അച്ഛ, ഇളയമ്മയാന്ന് പറഞ്ഞാൽ എന്തെന്നാ എന്ന് കുട്ടി അങ്ങോട്ട് ചോദിച്ച്. അതിന് അച്ഛൻ പറഞ്ഞു, ഇളയമ്മയാന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയുടെ അനുജത്തിയാണ് എന്ന് പറഞ്ഞ്. അന്നേരം കുട്ടി വേഗം ഓടി അങ്ങ് അലക്കിക്കൊണ്ടിരിക്കുന്ന അമ്മേനെ വിളിച്ച്, അമ്മേ അമ്മേ, ആ വന്നിരിക്കുന്നത് അമ്മയുടെ അനിയത്തിയാണോ എന്ന് പറഞ്ഞു. അതിന് അമ്മ ചോദിച്ചു, ഓള് എൻ്റെ അനിയത്തിയാന്ന് നിനക്ക് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. അതിന് കുട്ടി അങ്ങോട്ട് പറഞ്ഞു, അച്ഛനാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ അവരെ ഇളയമ്മ എന്ന് വിളിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതിന് അമ്മ മറുപടി നൽകി, എങ്ങനെ, ഓള് നിനക്ക് ഇളയമ്മയും അല്ല, ഓളെൻ്റെ അനുജത്തിയും അല്ല, നമ്മളെ വീട്ടിലേക്ക് വന്ന് ചെകുത്താനാണ് ഓള് എന്ന് പറഞ്ഞ്. അന്നേരം കുട്ടി അങ്ങോട്ട് ചോദിച്ചു, ചെകുത്താനാന്ന് പറഞ്ഞാൽ എന്തെന്നാ അമ്മേ എന്ന് ചോദിച്ചു. അമ്മ അതിന് പറഞ്ഞു, അത് നിനക്ക് മനസ്സിലാവില്ല, നീ ചെറിയ കുട്ടിയാണ്, ചെകുത്താൻ എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്, അത്രമാത്രം നീ പറഞ്ഞാൽ മതി എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ചെറിയ കുട്ടിയല്ലേ, അതത്ര ഇതാക്കിയില്ല, കളിക്കാൻ പോയി. അങ്ങനെ ആ പെണ്ണുങ്ങൾ വീട്ടിലേക്ക് സ്ഥിരതാമസമായി കഴിഞ്ഞു. ഇങ്ങനെ ഓരോരോ ദിവസങ്ങളും ഓരോരോ കലപങ്ങളും അച്ഛന് മറ്റേ പെണ്ണുങ്ങളെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ്, ചിരിയും കളിയുമില്ല. അമ്മേനോടാണ് ശുണ്ടി, അടിയും പിടിയും കച്ചറയും ഇതന്നെ പണി. അങ്ങനെ ആയിരിക്കുമ്പോൾ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അത് കുറേ ദിവസം നിങ്ങളിങ്ങനെ നീണ്ടുപോയി. ഒരു ദിവസം ആ വന്ന പെണ്ണുങ്ങൾ ഒരു കൂട്ടുകാരിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോയി. വെറുതെ ഒരു ദിവസം മാത്രം. അന്നാണ് അച്ഛൻ ഫുള്ള് മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന് ഏറിയ കച്ചറയുണ്ടാക്കി അമ്മേനോട്. നീ അല്ലേ അവിടെ പറഞ്ഞു വിട്ടത്, നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നിന്നെപ്പറ്റി എനക്കറിഞ്ഞൂടെ, അതുകൊണ്ടല്ലേ ഓളിവിടെ നിന്ന് ഓളെ കൂട്ടുകാരീൻ്റെ വീട്ടിൽ പോയത്, ഓളിനി ഇവിടെ വന്നിക്കില്ലെങ്കിൽ തള്ളയും കുട്ടിയും ഇവിടെ ഉണ്ടാവില്ല, രണ്ടിനെയും ആർത്ത് ഞാനങ്ങ് കൊല്ലും എന്ന് അച്ഛൻ വെല്ലുവിളിച്ച്. ഇടവിളക്കാരിക്കും ഉറങ്ങാനാവുന്നില്ല. 24 മണിക്കൂർ അടി ഉണ്ടാക്കിയാൽ ശല്യമാവൂല മറ്റേ ഉള്ളവർക്ക്. എന്നെന്ത് ചെയ്ത് ഈ സെൽവീനെയും അമ്മയും അച്ഛൻ പുറത്താക്കി വാതിലടച്ച്, എവിടെയെങ്കിലും 2 പോയിട്ട് ചത്തോ, നിങ്ങളെന്തിനാ ഇവിടെ, ഓള് പോയില്ലേ, പിന്നെ നിങ്ങളെന്തിനാ നിൽക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ്. എന്നിട്ട്
അന്ന് രാത്രി മഴ പെയ്യുക, ഭയങ്കര മഴ, നിൽക്കാൻ സ്ഥലമില്ല. കോലായിൽ കിറില് പൂട്ടിക്കഴിഞ്ഞ് അവിടെ കയറാൻ പറ്റില്ല. എന്ത് ചെയ്യും? മുറ്റത്തൊരു വലിയൊരു മരമുണ്ട്, ഒരു മാവിൻ്റെ. അത് വലിയ മരം. ഈ അമ്മയും കുഞ്ഞും മരത്തിൻ്റെ ചോട്ടിൽ ഈ പെയ്യുന്ന മഴ മുഴുവൻ കൊള്ളുന്നു. സെൽവീൻ്റെ തല മാത്രം നനയാണ്ട് അമ്മേൻ്റെ പള്ളേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമ്മ എങ്ങനെ കുത്തിരിക്കുന്നു. സെൽവീൻ്റെ ഉടൽ മൊത്തം നനയുന്നു, അമ്മ ഫുള്ളും നനയുന്നു. അങ്ങനെ അച്ഛൻ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വായി തോന്നിയതെല്ലാം വിളിച്ച് പറയുന്നു. പുറത്തേക്ക് അച്ഛൻ വാതിൽ തുറക്കുമ്പോൾ സമയം എത്രയാ? രാവിലെ 6 മണിയായി. നോക്കിയപ്പോൾ ഇത് മുഴുവൻ വെള്ളത്തിൽ നനഞ്ഞ് കൊച്ചനെ പോലെ ഇങ്ങനെ കുത്തിരിക്കുകയല്ലേ. അമ്മയും കുഞ്ഞും രാവിലെ ആകുമ്പോൾ ഉറങ്ങിപ്പോയി. അച്ഛൻ അനങ്ങാണ്ട് ചായപ്പൊടിയിലേക്ക് പോയി. കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. അടുത്ത വീട്ടുകാർ ഇല്ലേ, കുറേ ആൾക്കാരല്ലേ താമസിക്കുന്നത്. അന്നേരം ഒരു അമ്മേൻ്റെ അടുത്തൊരു കൂട്ടുകാരത്തി ഉണ്ട്, തൊട്ടടുത്ത വീട്, ഒരേ വീടാണ്. അന്നേരം ഓല് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നു സെൽവിയും അമ്മയും പുറത്ത് മാവിൻ്റെ ചോട്ടിൽ. അന്നേരം പെണ്ണുങ്ങൾ വന്നിട്ട്, ചേച്ചി നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടാ? ഇതെന്തിനാ നിങ്ങൾ നനഞ്ഞത് പോരായിട്ട് കുഞ്ഞനെ ഇങ്ങനെ നനയിപ്പിച്ച് ഇങ്ങനെ പനി പിടിക്കൂലേ, സൂക്കേട് വരൂലേ? ഇപ്പം പല പനികളും ഇല്ലേ, മലേറിയ അങ്ങനത്തെ പനികളൊക്കെ ഇല്ലേ. പനി പിടിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങളെന്ത് പണിയാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടിയ എന്ന് ഓല് ചോദിച്ച്. ദേവയാനി ചേച്ചിയാണ് ഈ ചോദിക്കുന്നത്. അതിന് അമ്മ അങ്ങോട്ട് സങ്കടം പറഞ്ഞ്, എനിക്ക് ഭ്രാന്തില്ല ദേവയാനി, ഇവിടെ അച്ഛനാണ് വട്ടുമൂത്ത്, അവനെ കുതിരവട്ടത്തിൽ കൊണ്ടിടണം, കൊണ്ടുപോകാൻ ആളില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളത് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുക, എല്ലാം തലയിൽ എഴുത്താ എന്ന് പറഞ്ഞ്. അയ്യോ ചേട്ടൻ അങ്ങനെയാണോ ചെയ്തത്? അയ്യോ ചേച്ചി ഞാനിതറിയില്ല, നിങ്ങൾ ക്ഷമിച്ചു കേട്ടോ എന്ന് അവരിങ്ങോട്ട് പറഞ്ഞ്. അത് സാരമില്ല ദേവയാനി, എത്ര ചവിട്ടും കുത്തും അടിയും ചീത്ത പറച്ചിലും കേൾക്കുന്ന എനിക്ക് നീ ഒരു വാക്ക് പറഞ്ഞതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല, ഞാനങ്ങത് മറന്ന് എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞ്. പിന്നെ അച്ഛൻ ചായപ്പീടികയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ ആളില്ലല്ലോ. അമ്മ വീട്ടിലേക്ക് അകത്ത് കയറി ചൂടുവെള്ളം കാച്ചി കുളിച്ച് വേറെ ഡ്രസ്സ് മാറ്റി. അപ്പോഴത്തേക്ക് അച്ഛൻ ലോഡാക്കിയിട്ട് വരുന്നു. ചായ കുടിക്കാൻ പോയതാണെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്. പക്ഷെ അച്ഛൻ പോയതോ പട്ടഷാപ്പിൽ രാവിലെ കച്ചറയ്ക്ക് തയ്യാറായിട്ട് വരുന്നു. അന്നേരം അമ്മ എന്ത് ചെയ്ത് കഴിഞ്ഞ്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇനി നിന്ന് കഴിഞ്ഞാൽ നീ പകൽ മൊത്തം അടിയായിരിക്കും, നീ എന്ത് ചെയ്യാനാ? അപ്പോൾ വേഗം പോയി കളയാന്ന് വെച്ചിട്ട് അമ്മ പണിക്ക് പോയി. കുട്ടി കളിക്കാനും പോയി. തള്ളി മൂക്കറ്റോളം തള്ളി. അവിടെ ഒറ്റയ്ക്കല്ലേ, മറ്റോ പെണ്ണുങ്ങളില്ലല്ലോ. ഓള് പോയതിനെ കൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയും വലിയ ബമ്പിച്ചടിയായി പോയത്. ഓളെ കൂട്ടുകാരിനെ കാണാൻ പോയതല്ലേ, ഇവിടെ ആരും പറഞ്ഞയച്ചതല്ലോ. അതിൻ്റെ വെറുപ്പല്ല അച്ഛൻ കാണിക്കുന്നത്. എന്ത് ചെയ്യും, ഒരു വഴിയുമില്ല. അമ്മ പണിക്ക് പോയി. അമ്മ വരുന്നതിൻ്റെ മുന്നേ മറ്റേ പെണ്ണുങ്ങൾ വന്ന് അച്ഛൻ നല്ല മോന്തിയിട്ട് കിടക്കുകയല്ലേ. ലേശം കഴിഞ്ഞിട്ട് അമ്മയും വന്ന്. അന്നേരം ഈ വന്ന പെണ്ണുങ്ങൾ വിളിച്ച് അച്ഛനെ, ചേട്ടാ
ചേട്ടാ എണീക്ക്, ഇതെന്താ ഇങ്ങനെ കിടക്കുന്നേ, എണീക്കേട്ടാ, ഞാൻ ദേവി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഓ, ദേവീന്ന് പറഞ്ഞേരം അച്ഛന് ഉറക്കമില്ല, മദ്യത്തിൻ്റെ ലഹരി ഒന്നുമില്ല, അപ്പാടും ശുദ്ധനായിപ്പോയി. എണീച്ച് എണീച്ച് ദേവി നീ വന്നാ എന്ന് പറഞ്ഞ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.